നമ്മൾ ആണുങ്ങൾ എത്രത്തോളം ദാമ്പത്യത്തിൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേ എല്ലാവർക്കും ആണുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്, പെണ്ണുങ്ങളുടെ അടുത്താണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു കാര്യം എന്താ പറയുക, പുള്ളി വൈകിട്ട് വർക്ക് കഴിഞ്ഞിട്ട് കയറി വരുന്ന സമയത്ത് നിങ്ങൾ ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണോ പുള്ളിയെ സ്വാഗതം ചെയ്യാറ്? അല്ലാന്നായിരിക്കും ഒട്ടുമിക്കവാറും എല്ലാവരുടെയും മറുപടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തോ പുറത്തു പോയിട്ട് ലക്ഷറിയസ് ആയിട്ട് ജീവിച്ചിട്ട് തിരിച്ചു വരികയാണെന്നുള്ളൊരു മൈൻഡിലായിരിക്കും എല്ലാവരും നിൽക്കുന്നുണ്ടാവുക. എനിവേ അതല്ല, നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ അയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അയാളെ മാക്സിമം ഗൗനിക്കുക മീൻസ് നിങ്ങൾ അയാളെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അയാൾക്ക് കൂടെ തോന്നണം. ആ ഒരു ലെവലിൽ നിങ്ങൾ അയാളെ ഒന്ന് കെയർ ടേക്ക് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ അയാൾ നിൽക്കും. വേറൊരു ചിന്തയോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങളുടെ ഫാമിലിയിൽ, അതായത് നിങ്ങളുടെ എൻ്റെയോ ആരുടെ ആണെങ്കിലും ആ ഫാമിലിയിൽ വരുന്ന സമയത്ത് അയാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഭർത്താവിനെയും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കുടുംബജീവിതവും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഉറപ്പായിട്ടും. എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എനിവേ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.